രതീഷിൻ്റെ തിരിച്ചു വരവ് ഒരു ആഘോഷം തന്നെയായിരുന്നു. രതീഷിന് എന്നാൽ ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികളെ പോലെ മത്സരം കാഴ്ചവെക്കാനോ ഒന്നും അനുവാദമില്ല. ഒരു ഗസ്റ്റായിട്ടാണ് വന്നത്. മറ്റു മത്സരാർത്ഥികളൊക്കെ ഗെയിമോ കളിക്കുമ്പോൾ രതീഷ് അവിടെ വെറും നോക്കുകുത്തി പോലെ നിൽക്കുമ്പോൾ, അത് മാത്രമല്ല ചില മത്സരാർത്ഥികൾ, ജാസ്മിൻ ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾ ആദ്യ ആഴ്ചയിൽ പുറത്തായ ആളല്ലേ എന്നൊക്കെ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ രതീഷ് ഒരു കുറവായി പോകുന്ന ഒരവസ്ഥ, അതായത് ഒരു പരിഹാസ്യനായി പോകുന്ന ഒരവസ്ഥയാണ് രതീഷ്. സത്യത്തിൽ ആ കാര്യം ആലോചിക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. അങ്ങനെ സങ്കടപ്പെടാനുള്ള പ്രധാന കാരണം ബിഗ് ബോസിൻ്റെ ആദ്യ ആഴ്ചയിൽ, സീസൺ 6ൻ്റെ ആദ്യ ആഴ്ചയിലൊക്കെ കണ്ടന്റ് ഉണ്ടാക്കുന്ന കാര്യത്തിലും വോട്ടടിസ്ഥാനത്തിലൊക്കെ രതീഷ് ഒരുപാട് മുന്നിൽ തന്നെയായിരുന്നു. ഒരുപക്ഷെ അന്ന് സുരേഷിനെക്കാട്ടിലും നോറയെക്കാട്ടിലൊക്കെ വോട്ട് കിട്ടിയതും രതീഷിന് തന്നെയായിരുന്നു. ആ രതീഷാണ് പുറത്തായത്. ഇപ്പോൾ രതീഷ് തിരിച്ച് വന്നപ്പോൾ രതീഷിൻ്റെ ബിഗ് ബോസിനകത്ത് ഒരു ഗസ്റ്റ് റോള് മാത്രമേ ഉള്ളൂ. അതായത് മറ്റു മത്സരാർത്ഥികൾക്ക് ഗെയിം കളിക്കുമ്പോൾ അവിടെ നോക്കി നിൽക്കുക, വ്യക്തമായ ഒരു അഭിപ്രായം പറയാൻ പറ്റാതെ വരിക. അങ്ങനെ ഒരു മത്സരാർത്ഥിയെ ഇത്തരം രീതിയിലൂടെ കാണുമ്പോൾ, ഒരു കോമാളിയെ പോലെ ചിത്രീകരിക്കുമ്പോൾ ഒരുവിധം പ്രേക്ഷകരൊക്കെ പറയുന്നത് ഇത് വളരെ രതീഷിനോട് ചെയ്യുന്ന ഒരു ചതിയായിപ്പോയി. ഈ മനുഷ്യൻ്റെ കാര്യം ഓർക്കുമ്പോൾ സത്യത്തിൽ വളരെ വിഷമമുണ്ട്. ചുമ്മാ വെള്ളരിക്കണ്ടത്തിലെ നോക്കുകുത്തിയെ പോലെ എന്തിനാണ് ഇദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നതെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ മിക്ക കമൻറ്റുകൾ വരുന്നത്. ഒരിക്കൽ കൂടി ഒരു അവസരം കൊടുക്കുക, ഒരു ഗെയിമറായിട്ട് തന്നെ അവസരം കൊടുക്കുക, ഗസ്റ്റ് റോൾ അല്ലാത്ത രീതിയിലുള്ള ഒരു അവസരം കൊടുക്കുക. അയാൾ ഗെയിം കളിക്കാൻ പറ്റിയില്ലേ പുറത്ത് പോട്ടെ. അതായത് പുറത്ത് പോയൊരു മത്സരാർത്ഥി ആയതുകൊണ്ട് വിന്നർ ആവണമെന്ന് ഇല്ല, സാധ്യതയില്ല. എന്നാലും ഗെയിം തീർത്തും കളിക്കാനുള്ള അല്ലെങ്കിൽ ഒരു മത്സരം കാഴ്ചവെക്കാനുള്ള ഗസ്റ്റ് അല്ലാത്ത രീതിയിൽ ഒരു അവസരം കൊടുത്തുകൂടായിരുന്നു എന്നൊക്കെയാണ് പല ബിഗ് ബോസിൻ്റെ ആരാധകരും സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നത്. ഈ വ്യക്തിയെ അകാരണമായി ആദ്യ ആഴ്ചയിൽ പുറത്താക്കി ഒരു തരം കളിയാക്കൽ പോലെ ഇദ്ദേഹം കൊണ്ടുവന്ന സോങ് ഇട്ട് ഇദ്ദേഹത്തെ പുറത്തേക്ക് വിടുകയൊക്കെ ചെയ്തപ്പോൾ ഇദ്ദേഹം അക്ഷരാർത്ഥത്തിൽ പരിഹാസനായി. അതൊക്കെ വളരെ മോശമായിപ്പോയി. നോക്കുകുത്തിയെ നിർത്തിക്കൊണ്ട് അപമാനിക്കുന്ന രീതിയിലായിപ്പോയി. സുരേഷിനേക്കാളും നോറയേക്കാളും വോട്ട് ആദ്യ ആഴ്ചയിൽ ഇദ്ദേഹത്തിനായിരുന്നു, അതായത് രതീഷിനായിരുന്നു എന്നൊക്കെയുള്ള കമൻറ്റുകളുണ്ട്. എന്തായാലും രതീഷിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ വന്ന രതീഷിൻ്റെ കാര്യത്തിൽ ബിഗ് ബോസ് ഈ ഒരു ഗസ്റ്റ് റോൾ കൊടുത്തതിനെക്കുറിച്ച് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക.